ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദ മാഷ് ജൂൺ 17 ഉദ്ഘാടനം നിർവഹിച്ച് കൗശിക നടത്തുന്ന യുദ്ധ ഭീകരതകൾക്കെതിരെയുള്ള സമാധാന ജ്വാല ശ്രീ രൗണ്യമാഷിൻ്റെയും ചാക്കോ അന്തിക്കാടിൻ്റെയും നേതൃത്വത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായ 8ാം ഘട്ടം 50ാം പതിപ്പ് മധവിക്കുട്ടി ടീമിന് വേണ്ടി ഇതിൽ സ്വാഗതമാണ് എന്നിലർപ്പിതമായ കർത്തവ്യം. 2 അതിലധികമോ പ്രദേശങ്ങളോ വിഭാഗങ്ങളോ ചേരിതിരിഞ്ഞ് ആയുധങ്ങളോടുകൂടിയും സേനയെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു പോരാട്ടമാണ് ഓരോ യുദ്ധവും. കീഴടക്കുക, അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ മറ്റു മഹാദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുക, ഇതുമാത്രമാണ് യുദ്ധം എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ ഖത്തറിൽ ഒരു പ്രവാസിയായി ജീവിക്കുന്ന ഞാൻ ഒരു ദിവസം ഖത്തറിൻ്റെ ആകാശത്തിലൂടെ മിസൈലുകൾ പറന്നപ്പോൾ അനുഭവിച്ചതാണ് ആ ഒരു യുദ്ധത്തിൻ്റെ ഭയം. അത് നേരിട്ട് അനുഭവിച്ച ഒരാളാണ്. യുദ്ധ അതിർത്തിയിലൊരു മരത്തിൽ താമസിക്കുന്ന 2 കിളികൾ തമ്മിൽ പങ്കുവയ്ക്കുന്ന ഒരു കവിത ഈ അടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കിളി ചോദിക്കുന്നുണ്ട് നിന്റെ രാജ്യത്തെ വിശേഷം. ഒരു കിളി പറയുന്നു, തോറ്റ രാജ്യത്ത് എൻ്റെ കുറേ കുഞ്ഞുമക്കൾ മരിച്ചു, കുറേ പേരനാഥരായി, മറ്റു കെട്ടിടങ്ങൾ തകർന്നു, വിശന്നുകൊണ്ട് കരഞ്ഞ് നടക്കുന്ന കുറേ ജനങ്ങളെ കണ്ടു. അപ്പോൾ ഇത് കേട്ട ജയിച്ച നാട്ടിലെ കിളി പറഞ്ഞു, ഇതൊക്കെ തന്നെയാണല്ലോ എൻ്റെ നാട്ടിലും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ജയിക്കുന്നത്? നല്ല അർത്ഥവത്തായ ഒരു ചോദ്യത്തോടു കൂടിയാണ് ആ കവിത. അലി കടുക്കശ്ശേരിയുടെ കവിതയാണ് അങ്ങനെ അവസാനിക്കുന്നത്. യുദ്ധം അതൊന്നും വേദനകൾ മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. കൗശിക മാധവിക്കുട്ടിയുടെ പ്രിയസാരഥി കൃഷ്ണകുമാർ മാപ്രാണത്തിൻ്റെ അധ്യക്ഷതയിൽ സുജൻ പൂപ്പത്തി ഉദ്ഘാടനവും ഷാൻ ഇളമ്പഴന്നൂർ നന്ദിയും പറഞ്ഞ് സമാധാന ജ്വാല 50ാം പതിപ്പിലേക്ക് കടക്കുന്ന ഈ നിമിഷത്തിൽ എവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കാവിശകയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ രാവണ്യമാഷിൻ്റെയും ചാക്കോ ഡി അന്തിക്കാടിൻ്റെയും നേതൃത്വത്തിൽ സച്ചിദാനന്ദ മാഷ് ഉദ്ഘാടനം നിർവഹിച്ച സമാധാന ജ്വാലയുടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് 8ാം ഘട്ടത്തിലെ 50ാം പതിപ്പിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ വേദിയിലേക്ക് എന്നെ സ്വാഗതം ചെയ്ത ശ്രീ സുകേഷ് താമരക്കുളം, പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ സൂജൻ പൂപ്പത്തി, നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ ഷാൻ ഇളമ്പഴന്നൂർ, മറ്റു സുഹൃത്തുക്കളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. യുദ്ധം മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ, അധികാരത്തിനും സാമ്പത്തിക നേട്ടങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ, വംശവെറി എന്നിവയെല്ലാം യുദ്ധത്തിന് കാരണമാകുന്നു. ഇതിനെല്ലാം പുറമെ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന യുദ്ധങ്ങളും ചരിത്രത്തിൽ ധാരാളമുണ്ട്. കുരിശുയുദ്ധങ്ങളൊക്കെ ഉദാഹരണങ്ങളാണ്. ഒരു മതവിഭാഗം തങ്ങളുടെ വിശ്വാസങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴോ മതപരമായ അതിരുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴോ ഇത് യുദ്ധങ്ങളിലേക്ക് നയിക്കുന്നു. യുദ്ധങ്ങൾ മാനുഷിക ദുരന്തങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും മാത്രമാണ് കാരണമാകുന്നത്. സമൂഹത്തിൻ്റെ പുരോഗതിയെ അത് തടസ്സപ്പെടുത്തുന്നു. നിരപരാധികൾ മരിച്ചു വീഴുന്നു. യുദ്ധത്തിൽ നിന്നും ആർക്കും നേട്ടമില്ല. അത് ജീവൻ അപഹരിക്കുകയും നാശം വിതയ്ക്കുകയും സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. എഴുത്തുകാരൻ എന്ന നിലയിൽ യുദ്ധത്തിനെതിരെ ശബ്ദമുയർത്തേണ്ടത് നമ്മുടെ കടമയാണ്. യുദ്ധത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും സമാധാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരിലും അവബോധമുണർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. രാജ്യങ്ങളും മതങ്ങളും തമ്മിൽ ആരോഗ്യപരമായ ബന്ധം കെട്ടിപ്പടുക്കേണ്ടത് അത്യാവശ്യമാണ്.
യുദ്ധത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു എഴുത്തുകാരൻ്റെ തൂലിക ശക്തമായ ആയുധമാണ്. വാക്കുകളിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാനും നാശനഷ്ടങ്ങൾക്കെതിരെ പ്രതികരിക്കാനും സമാധാനത്തിന് ലോകം കെട്ടിപ്പടുക്കാനും നമുക്ക് കഴിയും. യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. സമാധാനം, സ്നേഹം, സഹാനുഭൂതി എന്നിവയാൽ ലോകത്തിൽ വെളിച്ചം നിറയട്ടെ, സമാധാനം നിറയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. സമാധാനജാലയുടെ 8ാം ഘട്ടത്തിലെ 50ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ സുജൻ പൂപ്പത്തിയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളാം. പ്രിയമുള്ള കാവ്യശികാംഗങ്ങളെ, ഇന്നത്തെ സമാധാന ജ്വാലയിൽ പങ്കാളികളായ കവി സുഹൃത്തുക്കളെ, സ്വാഗതം പറഞ്ഞ ശ്രീ സുബേഷ് താമരക്കുളം, അധ്യക്ഷത വഹിക്കുന്ന ശ്രീ കൃഷ്ണകുമാർ മാപ്രാണം, നന്ദി പ്രകാശനം നടത്തുന്ന ശ്രീ ഷാൻ ഇളമ്പഴന്നൂർ, സമാധാന ജ്വാല സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആസ്വാദകരെ, പ്രേക്ഷകരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ സുജൻ പൂപ്പത്തി, തൃശൂർ ജില്ലയിലെ തെക്കേ അറ്റത്ത് മാളക്കടത്ത് പൂപ്പത്തി സ്ഥിരതാമസമാക്കിയ ഒരു എളിയ വാദ്യകലാകാരനാണ്. മറ്റു പലരെയും എന്ന പോലെ കോവിഡ് കാല വിരസതയകറ്റാൻ കവി സുഹൃത്തുക്കളുടെ നിർബന്ധം മൂലം ഏറെ വൈകി മുഖപുസ്തകത്താളുകളിൽ എഴുത്തിലേക്ക് വന്നൊരാളാണ്. കാവിശിക നൽകിയ കരുത്തും പിന്തുണയും പരിശീലനങ്ങളും വായനയും ചർച്ചയുമൊക്കെയാണ് എഴുത്തിന്റെ വശങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചത് എന്ന് ആമുഖമായി പറയട്ടെ. ഇനി വിഷയത്തിലേക്ക് വരാം. മലയാളത്തിലെ കവികളുടെയും സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും വലിയ കൂട്ടായ്മയായ കാവ്യശികയുടെ നെടുനായകത്വം വഹിക്കുന്ന രാവുണ്ണി മാഷിന്റെയും ചാക്കോടി അന്തിക്കാട് മാഷിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച് 2025 ജൂൺ 17 മലയാളത്തിന്റെ പ്രിയ കവി ശ്രീ സച്ചിദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ച് ആഗസ്റ്റ് 15 വരെ നീളുന്ന വിശേഷൽ പങ്ക്തിയാണ് സമാധാന ജ്വാല എന്ന് പറയുന്നത്. ഇന്ന് മാധവിക്കുട്ടി ദിനത്തിലെ 8ാം ഘട്ടത്തിൽ 50ാം പദത്തിലെത്തി നിൽക്കുകയാണ് സമാധാന ജ്വാല. എഴുത്തുവഴികളിലെ സാർത്ഥകമായ സഞ്ചാരത്തിനപ്പുറം മനുഷ്യജീവിതത്തിന്റെ സർവതല സ്പർശിയായ സമസ്ത മേഖലകളെയും സാഗൂതം വീക്ഷിക്കുകയും സമയബന്ധിതവും സക്രിയവുമായി പ്രതികരിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് കാവ്യശിക വളർന്നിട്ടുണ്ട് എന്നത് ഏവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതിൽ ഇന്നും മാനവകുലം ഏറെ ഭയാശങ്കകളോടെ കാണുന്ന ആബാലവൃദ്ധൻ ജനങ്ങൾക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം സമ്മാനിക്കുന്ന യുദ്ധവെറിക്കുള്ള സർഗാത്മകമായ പ്രതികരണമാണ് കവികളുടെയും സാഹിത്യകാരന്മാരും ചേർന്നൊരുക്കുന്ന സമാധാന ജ്വാല എന്നത്. മാനവ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും ചരിത്രം കൂടിയാണെന്ന് നമുക്ക് കാണാം. പക്ഷെ അതെല്ലാം കൃഷിയും ആയുധങ്ങളും കണ്ടുപിടിക്കാത്ത പ്രാകൃത യുഗത്തിൽ ഗോത്രങ്ങളായി കഴിഞ്ഞിരുന്ന കാലത്ത് ഭക്ഷണത്തിനും സുരക്ഷിത വാസസ്ഥലങ്ങൾക്കും ഒക്കെ വേണ്ടിയാണെന്നുള്ളതാണ് സത്യം. എന്നാൽ ശാസ്ത്ര പുരോഗതിയുടെ ഈ ഉത്തരാധുനിക സത്യാനന്തര കാലത്തുണ്ടാകുന്ന യുദ്ധങ്ങൾ പലപ്പോഴും പ്രകൃതി വിഭവങ്ങൾ കൈയടക്കാനും ആധിപത്യം സ്ഥാപിക്കാനും ആയുധ കച്ചവടത്തിനുമൊക്കെയാണെന്നത് ലോകസമാധാനവും മാനവ നന്മയും ആഗ്രഹിക്കുന്ന ഏവരെയും ആശങ്കപ്പെടുത്തുന്നതാണ്. ആശയവിനിമയത്തിനായി മനുഷ്യർ അക്ഷരങ്ങളും ഭാഷയും കണ്ടുപിടിച്ച നാൾ മുതൽ തന്നെ യുദ്ധങ്ങൾക്കെതിരെ സാഹിത്യകാരന്മാർ തന്റെ തൂലിക ചലിപ്പിച്ചിരുന്നതായി നമുക്ക് കാണാം. ലോക സാഹിത്യ ചരിത്രം അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. ഏകാധിപത്യത്തെ തകർത്ത് സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കുന്നതിൽ സാഹിത്യത്തിന് വിശേഷ കവികൾക്കുള്ള പങ്ക് നമുക്കേവർക്കും അറിവുള്ളതാണല്ലോ. വിസ്താര ഭയം മൂലം സമയപരിമിതിയും മൂലം അത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. യുദ്ധവെറിക്കെതിരെ കുറിച്ച 4 വരി കവിത ചൊല്ലി ഈ സംസാരം അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. വീണ്ടും പൊട്ടിയൊലിക്കുന്നു, വീണ്ടും പൊട്ടിയൊലിക്കുന്നു യുദ്ധവെറി ഭൂവിൽ, ചിന്തുന്നതൊരേ ചോര, ചിന്തുന്നതൊരേ ചോര, പൊലിയുന്നതൊരേ ജീവൻ, ചിന്തുന്നതൊരേ ചോര, പൊലിയുന്നതൊരേ ജീവൻ, എന്നിട്ടുമെന്തേ എന്നിട്ടുമെന്തേ ഈ നരനായാട്ടിനൊരന്ത്യമാകാത്തു.
ഏവരുടെയും അനുവാദത്തോടെ മാധവിക്കുട്ടി ദിനത്തിലെ 8ാം ഘട്ടത്തിൽ സമാധാന ജ്വാലയുടെ 50ാം പതിപ്പിന്റെ ഉദ്ഘാടനം അഭിമാനപൂർവ്വം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് എന്റെ എളിയ സംസാരത്തിന് വിരാമമിടട്ടെ. ഇന്ന് നിലനിൽക്കുന്ന യുദ്ധങ്ങൾക്ക് എത്രയും വേഗം സമാധാനപരമായ പരിസമാപ്തി ഉണ്ടാകുമെന്ന പ്രത്യാശയത്തോടെ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നമസ്കാരം. കാവിഷിക നടത്തിവരുന്ന സമാധാന ജ്വാല ശ്രീ രാവണ്ണി മാഷിൻ്റെയും ചാക്കോടി അന്തിക്കാട് മാഷിൻ്റെയും നേതൃത്വത്തിൽ ജൂൺ 17 സച്ചിദാനന്ദൻ മാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സമാധാന ജ്വാല ഓഗസ്റ്റ് 15 വരെ തുടരും. ഓഗസ്റ്റ് 5-ാം തീയതി മാധവിക്കുട്ടി ദിനത്തിൻ്റെ അന്ന് സമാധാന ജ്വാല 8ാം ഘട്ടം 50ാം പതിപ്പിൻ്റെ സ്വാഗതം ശ്രീ സുകേഷ് താമരക്കുളവും അധ്യക്ഷത നിർവഹിക്കുന്നത് കൃഷ്ണകുമാർ മാപ്രാണവും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സുജൻ പൂപ്പത്തി മാഷുമാണ്. കാവീശികയുടെ ഈ സമാധാന ജ്വാലയിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കാവീശികയുടെ പേരിൽ ഞാൻ അർപ്പിക്കുന്നു. നന്ദി.